നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റെഡ് ഡൗൺ എന്ന പറഞ്ഞ സിനിമയെക്കുറിച്ചാണ്. 1984 ഇറങ്ങിയ ഒരു സിനിമയാണ്. ഈ സിനിമയുടെ പ്രത്യേകത വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സംഭവങ്ങളായിട്ട് വളരെ കണക്ഷനുള്ള സിനിമയാണ്. ഒരു വേൾഡ് വാർ 3 തുടക്കം കുറിക്കുകയാണ്. അതാണ് എൻ്റെ കഥ. അതായത് വേൾഡ് വാർ 2 കഴിഞ്ഞിട്ട് നമുക്കറിയാം ഇല്ലത്, പിന്നെയുള്ള കോൾഡ് വാറാണ്. എന്നാൽ ഒരു ഫിക്ഷണലായിട്ട് വേൾഡ് വാർ 3 ഇവർ സൃഷ്ടിച്ചേക്കുവാണ്. ഈ സിനിമ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഒരു കോളേജിലോട്ടാണ്. കോളേജിൽ കുറേ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, കോളേജ് അല്ലെങ്കിൽ ഹൈസ്കൂൾ എന്ന് പറയാം. കുറേ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് കുറേ ട്രൂപ്പ് അല്ലെങ്കിൽ കുറേ പാരച്യൂട്ടിൽ കുറേ സോൾജേഴ്സ് താഴോട്ട് ഇറങ്ങി വരുന്നു. ഈ സോൾജേഴ്സ് താഴോട്ട് ഇറങ്ങി വരുന്ന പിള്ളേരും പഠിപ്പിക്കുന്ന സാറും ഞെട്ടുന്നു. സാറ് വളരെ മാന്യമായിട്ട് പുറത്തു പോയിട്ട് എന്താണ് കാര്യം തിരക്കാനായിട്ട് ആ സോൾജേഴ്സിനോട് ചോദിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ തന്നെ ആ സാറിന് വെടിവെച്ച് വിടുന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ വന്നവരൊക്കെ സോവിയറ്റ് യൂണിയൻ്റെ അല്ലെങ്കിൽ സോവിയറ്റ് ട്രീറ്റിയിൽ വരുന്ന കൺട്രീസാണ്. അതായത് അൽബാനിയ അങ്ങനത്തെ കുറേ കമ്പനികൾ ചേർന്ന് കുറേ കൺട്രികൾ ചേർന്നിട്ട് പാക്ട് തുടങ്ങിയായിരുന്നു. അത് അവരെല്ലാം കൂടെ ചേർന്നിട്ട് സംയോജനമായിട്ട് അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ കമ്മ്യൂണിസ്റ്റ് കൺട്രീസ്, സോവിയറ്റ് യൂണിയൻ, റഷ്യയും കൂടെ ചേർന്നിട്ട് ഒരു കൂട്ടം രൂപീകരിച്ചിട്ട് ആ യൂണിയൻ അമേരിക്കയെ വേട്ടയാടാൻ വരുന്നതാണ്. അങ്ങനെ വരുന്നു, അവിടെയുള്ള വിദ്യാർത്ഥികളെയൊക്കെ കൊല്ലുന്നു. പക്ഷെ അതിനകത്തുനിന്ന് അവിടെ കുറച്ച് പൂർവ്വ വിദ്യാർത്ഥി അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന പാട്രിക് സ്വെയിൻ, എൻ്റെ ഒരു ഫേവററ്റ് ആക്ടറാണ്. പുള്ളി വളരെ അഡ്വഞ്ചറസ് ആയിട്ട് അതിനകത്തുള്ള കുറച്ച് പുള്ളിയുടെ കൂട്ടുകാരെയും കുറേ പിള്ളേരെയൊക്കെ രക്ഷപ്പെടുത്തി അവർ നേരെ ഒരു കാട്ടിനുള്ളിലോട്ട് പോകുന്നു. കാട്ടിനുള്ളിലോട്ട് പോയിട്ട് അവരൊരു കാട്ടിനുള്ളിൽ പോകുന്ന അവർ ഇവേഡ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ അവർക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ പേരോ ഐഡിയ തോന്നുന്നു. അവർ ഗൊറില്ലാസ് ആയിട്ട് മാറുന്നു. ആ ഗൊറില്ലാസിൻ്റെ പേരാണ് വോൾവറിൻ. ഞാൻ ആലോചിച്ചിട്ടുണ്ടായ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഇതിനകത്തൊരു വിദ്യാർത്ഥിയുടെ പുറത്ത് വോൾവറിൻ്റെ ഒരു ടീഷർട്ട് കാണാം. ഞാൻ എപ്പോഴും ആലോചിച്ചു എന്താണ് വോൾവറിൻ. കാരണം അന്ന് വോൾവറിൻ എനിക്കറിയാവുന്ന വോൾവറിൻ എന്ന് പറഞ്ഞാൽ എക്സ്മെനകത്തെ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂ ജാക്മാൻ്റെ വോൾവറിനാണ്. എന്നാൽ ഇതൊരു വേറൊരു വോൾവറിൻ കണ്ടപ്പോൾ എനിക്ക് അപ്പോഴും ഒരു ആശ്ചര്യം ഉണ്ടായിരുന്നു. സോ ഇത് ഗൊറില്ലാസിന് അവരിടുന്ന പേരാണ് വോൾവറിൻ. അങ്ങനെ ഇവർ ഗൊറില്ലയായി മാറുന്നു. പല സ്ഥലങ്ങളിലും പോയി അറ്റാക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ അല്ലെങ്കിൽ അലൈഡ് ഫോഴ്സസിൻ്റെ പട്ടാളക്കാരെ ഇവർ പല സ്ഥലങ്ങളിലും പോയി അറ്റാക്ക് ചെയ്യുന്നു. അവർ ഭയങ്കരമായിട്ട് ടാക്ടിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് പല ഇവരുടെ ആസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുന്നു. അങ്ങനെ ആ പിടിച്ചെടുത്ത ആസ്ഥാനത്ത് നിന്നും തോക്കെടുക്കുന്നു, അൾട്രാ മോഡേൺ മിഷൻ ഗൺ അങ്ങനത്തെ എല്ലാം എടുത്തിട്ട് ഇവരെ അടിക്കുന്നതാണ് സിനിമ. ഈ കൂട്ടത്തിൽ ഈ പാട്രിക് സ്വെയിനും കൂട്ടുകാരും കൂടെ പോകുമ്പോഴത്തേക്കും ഒരു അങ്കിളിനെ കാണാൻ പോകുമ്പോൾ അവരുടെ 2 പെൺമക്കളെയും കൂടി ഇവരുടെ കൂട്ടത്തിൽ കൂട്ടുന്നുണ്ട്. അവരും വളരെ കോമ്പാറ്റ് റെഡി ആയിട്ടുള്ള 2 പെൺകുട്ടികൾ. അവരെല്ലാം കൂടി ചേർന്നൊരു യങ്ങർ ജനറേഷൻ്റെ ഗൊറില്ലാസ് അല്ലെങ്കിൽ ഈ സോവിയറ്റ് ആർമിയെ അവർ